ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന്യൂസ് ഫ്ലാഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള പാലപ്പുഴ കീപ്പള്ളി റോഡിലാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. പ്രകൃതി സുന്ദരമായ പാലപ്പുഴ കീപ്പള്ളി റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് പാലപ്പുഴ കീപ്പള്ളി ബ്രിഡ്ജാണ്, പാലമാണ്. ഈ പാലം കഴിഞ്ഞാൽ ആറളം ഫാമാണ്. ആറളം ഫാമിലേക്ക് പോകുന്ന ഒരു പാലമാണ്. വളരെ സൗന്ദര്യവും കാടിൻ്റെ ശാന്തതയും നിറഞ്ഞൊരു പ്രദേശമാണ്. നല്ലൊരു അന്തരീക്ഷം കൂടിയുള്ള തണുത്ത കാറ്റെല്ലാം കിട്ടുന്ന വളരെ മനോഹരമായൊരു ഏരിയയാണ്. ഇപ്പോൾ ചൂട് കാരണം പുഴയിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടാണുള്ളത്. ഇവിടുത്തെ റോഡെല്ലാം ഇത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്പർ കൊടുക്കണം. ഇന്നാരും കാണുന്നില്ല. വണ്ടി നമ്പർ നോട്ട് ചെയ്യണം. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടേക്ക് വാഹനം വിടില്ല. ആനയിൽ ഇറങ്ങുന്ന പ്രശ്നമുണ്ട്. ഇത് ഇലക്ട്രിക്കിൻ്റെ ഫെൻസ് വെച്ചിട്ട് ഈ കാണില്ലേ കമ്പി, ഇത് ആന ഇറങ്ങുന്നതുകൊണ്ട് ഇലക്ട്രിക്കിൻ്റെ ഷോക്ക് വെക്കുന്നത് ഇലക്ട്രിക് ഫെൻസ് എന്ന് പറയും ഇതിന്. അത് റോഡ് ഫുള്ള് ഇലക്ട്രിക് ഫെൻസാണ് വെച്ചിട്ടുള്ളത്. ആന ഇറങ്ങുന്നതിന് ഫുള്ള് കാടാണ്. ആറളം ഫാമിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് കാഴ്ചയാണ് കാണുന്നത്. ആറളം ഫാമിൻ്റെ കീപ്പള്ളി, ഇത് ഈ റോഡ് പാലപ്പുഴ കയറി കഴിഞ്ഞാൽ കീപ്പള്ളി എത്തുക. ഒരുപാട് സ്ഥലത്തേക്ക് പോകേണ്ട ഏരിയ ഉണ്ട്. ഇത് ഇത് ഞാൻ ഇവിടെ സ്റ്റോപ്പാക്കിയതാണ്. ഇതെല്ലാം ഇലക്ട്രിക്കൽ ഫെൻസാണ് കാണുന്നത്. സോളാർ ഫെൻസും ഉണ്ട്, ഇലക്ട്രിക് ഫെൻസും ഉണ്ട്. ചില സ്ഥലത്ത് സോളാർ ഫെൻസ് വെച്ചിട്ട് കാണുന്നുണ്ട്. ഇതിവിടെ അന്വേഷിച്ചാൽ ഇവിടെ ഫുൾ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് കാട്ടാന ശല്യം കൂടുതലായതിനാണ് ഈ ഷോക്ക് വേലി സ്ഥാപിച്ചിരിക്കുന്നത്. കാര്യമായിട്ട് ഷോക്ക് വേലി വെക്കുന്നത് ഈ ആറള ഫാമിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ളത് കൃഷിയാണ് കാര്യമായിട്ടുള്ളത്. അതിൻ്റെ സംരക്ഷിക്കാൻ നാട്ടുകാരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കമ്പി വേലി വെച്ചത്. ആനകളെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് മെയിനായിട്ട് തടയാൻ പറ്റുമോ ഈ ഷോക്ക് വേലി ഉണ്ടെങ്കിൽ. അതാണ് മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. റോഡ് സൈഡ് കുറേ കാടായതുകൊണ്ട് റോഡ് സൈഡിൽ വനമേഖലയായതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എപ്പം ഒരു മുൻകരുതൽ വേണം. ഈ ഇതിലേക്കൂടി യാത്ര ചെയ്യുമ്പോൾ സൂക്ഷ്മ പ്രകൃതിയോടുള്ള നമ്മളൊരു കാര്യമായിട്ട് വേണ്ടത് ഇതിൽ പ്ലാസ്റ്റിക് കുപ്പികളും അങ്ങനത്തെ പ്രകൃതിയോടുള്ളൊരു സ്നേഹമുള്ള നമ്മൾ ഇതിലേക്കൂടി സഞ്ചരിക്കണം. പക്ഷെ കാടിനെ നമ്മൾ മോശമാക്കാൻ പാടില്ല. അതിനെ സ്നേഹിക്കുന്നവർക്കാണ് പ്രകൃതിയോടുള്ള ഒരു ബഹുമാനം കൂടി ഉള്ളവർക്കാണ് ഇതിലേക്ക് പോകാൻ പറ്റുക. ഫുള്ള് കാടല്ലേ. കാട്ടാന പെട്ടെന്ന് നമ്മൾ യാത്രയിൽ ഈ ഉച്ച സമയത്ത് ചൂടിന് ഉണ്ടാവില്ല. റോഡ് സൈഡ് കാട്ടാന ഇറങ്ങാൻ സാധ്യതയുണ്ട്. ആ ഒരു മുൻകരുതും കൂടി എടുത്തിട്ട് വേണം നമ്മൾ ഈ റോഡിലേക്ക് കൂടി സഞ്ചരിക്കാൻ. അത്രയ്ക്കൊരു ഭംഗിയുള്ള ഒരു കണ്ണൂർ ജില്ലയിലുള്ള ഒരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഫുള്ള് കൃഷി. ഇതിൽ റോഡിലേക്ക് കൂടി പോകാതെ ഒരിക്കൽ വെറുതെ ഒന്ന് കറങ്ങി നോക്കിക്കോ. നല്ലൊരു പ്രകൃതിൻ്റെ ആസ്വദിക്കാൻ പറ്റിയ ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ കണ്ടില്ല. പിന്നെ ആദിവാസികളെ ഏരിയ, പിന്നെ ഒരുപാട് ഉള്ളിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഈ ഏരിയയിലേക്ക് ഒരുപാട് അതിൻ്റെ ഉള്ളിലും ആദിവാസികളുടെ കോളനിയിലേക്കുള്ള ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ജസ്റ്റ് റോഡിലേക്ക് കൂടി ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളൂ. ഒരുപാട് നിന്ന് കാണേണ്ട കാഴ്ചകളെല്ലാം ഉണ്ട്. അതിലൊന്നും എനിക്ക് സമയമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തെന്നുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ. പിന്നെ ഇതിലേക്കൂടി വരുമ്പോൾ അധികം മഴ ലഭിക്കലുണ്ട് എനിക്ക് ഈ യാത്ര പോകുമ്പോൾ. പക്ഷെ ഇന്ന് മഴ ഈ കാട് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ പാലപ്പുഴ ബ്രിഡ്ജ് കഴിഞ്ഞാലും മഴ കിട്ടിയാണ് എനിക്ക്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല. ഈ കാടിൻ്റെ മേഖലയാകുമ്പോൾ അധികം മഴ ലഭിക്കണം. എനിക്ക് ഇതിലേ പോകുമ്പോൾ അധികം മഴ ലഭിക്കൂ. ഇത് രാവിലെ എല്ലാം നിങ്ങൾ പോകാൻ പറ്റുമെങ്കിൽ രാവിലെ പോകുമ്പോൾ നല്ല രസമാണ്. പക്ഷെ രാത്രി സഞ്ചാരം ഇതിലേക്കൂടി ഇല്ല. കർശനമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് രാത്രി. ആനൻ്റെ അത്രയ്ക്ക് നല്ല ആനൻ്റെ ശല്യം. പല മൃഗങ്ങളും ഞാൻ ഇപ്പം പോകുമ്പോൾ എനിക്ക് കുരങ്ങാൻ കണ്ടിട്ടുള്ളൂ. മയിലുകളിലും കാണുന്നുണ്ട്. പക്ഷെ വീഡിയോ കിട്ടിയില്ല. അതാണ് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ചൂടായതുകൊണ്ട് അത് അമ്മാതിരി ചൂടെല്ലാടെയും ഉണ്ട്. പക്ഷെങ്കിൽ കാട്ടിൽ അങ്ങനെ ഇല്ല. ഇത് നല്ലൊരു തണുത്ത കാറ്റ് വീഴുന്നുണ്ട്. എന്നാലും ചൂടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, കണ്ണൂർ ജില്ലയിൽ 38 ഡിഗ്രി വരെ ചൂട് ഇപ്പം കടന്നിട്ടുള്ള കണ്ണൂർ ജില്ലയിലുള്ള. അതായത് ഈ കാടിലുള്ള ഈ ജീവികളുടെ അവസ്ഥ. ജീവികൾ കുഴപ്പമൊന്നുമില്ല. ഈ അവിടെ പുഴകളുണ്ട്, ഒരുപാട് വെള്ളങ്ങളുണ്ട്. ഇത് കാട്ടിൽ ആറളം ഫാം കാക്കയങ്ങാട് ഭാഗത്തേക്കെല്ലാം ആന ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ, പുലി ഇറങ്ങുന്നതും കടുവ ഇറങ്ങുന്നതല്ലോ ഈ പ്രദേശത്ത് തന്നെയാണ്. ഇതാണ് ആറളം ഫാമിൻ്റെ ഏരിയയിലേക്കുള്ള
ചെറിയൊരു യാത്രയാണ് ഇത്. ഇതിലേക്ക് കൂടി പോകാത്തവർ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾ കണ്ടു നോക്കി ഈ റോഡ് എന്താന്ന് ഈ ഇത് സ്ഥലം എന്താന്ന് ജസ്റ്റ് ഒരു ബേസ് ഐഡിയ കിട്ടും. പിന്നെ ഇതിലേക്ക് കൂടി മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോഡിലേക്ക് കൂടി പോകുമ്പോൾ ഈ മനസ്സിന് നല്ല ശാന്തതയാണ്. ഒരു അന്തരീക്ഷം അങ്ങനെ കണ്ടില്ലേ, ഒരു കാടിൻ്റെ ഏരിയ ആണ്. പിന്നെ വേറെ ഒന്നും ശല്യങ്ങളൊന്നുമില്ല, ഈ വാഹനങ്ങളെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ കാടായതുകൊണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലമാണ്. തലച്ചോറിലേക്കെല്ലാം നല്ല നല്ല പ്രകൃതിൻ്റെ നല്ലൊരു ശുദ്ധ വായു കിട്ടുന്നതുകൊണ്ട് മനസ്സിനെപ്പോൾ ഒരു കുളിര് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇതിൽ കൂടി. വെറുതെ വാഹനം എടുത്തിട്ടൊരു യാത്ര അങ്ങനെ കൂടി പോവാം, കീപ്പള്ളി പോവാം, ഇതിൽ കൂടി പോകേണ്ട ഒരുപാട് ഏരിയ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ തന്നെ ഈ കാടിൻ്റെ ഏരിയയിലേക്ക്, കാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ എങ്കിൽ ഈ ഉച്ച സമയത്ത് പോകണം, ഒന്നെങ്കിൽ രാവിലെ പോകാം, ഒന്ന് വൈകിട്ട് സമയത്ത് നിങ്ങൾ ഇതിലെ കൂടെ യാത്ര ചെയ്ത് നോക്ക്. കാണാനുണ്ട്, നല്ല രസമാണ്. ഒരു വാഹനം കാറെല്ലാം ഉണ്ട്, കാറെടുത്തിട്ട് പോട്. പക്ഷെ മഴയും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും ഇതിലെ കൂടി പോകുമ്പോൾ. മഴക്കാലമെല്ലാം ആകുമ്പോൾ പൊളിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കാര്യമായിട്ടുള്ളത് ഈ ബ്രിഡ്ജ് കണ്ടാ, ഇതൊരു പുതിയൊരു ബ്രിഡ്ജാണ്. ഈ ഫാമിൻ്റെ ഉള്ളിലായിട്ട് 3 സൈഡിലേക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത്. ആ ബ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഒരു ഫാമിങ്ങിൻ്റെ ഒരു കോർപ്പറേഷൻ കേരള എന്നുള്ള ബോർഡ് കണ്ടില്ലേ, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇതായി കാണുന്നില്ലേ. ഇത് ഫാമിൻ്റെ ഒരു അവിടുന്ന് തേന് കാര്യങ്ങൾ, ഫാമിൻ്റെമായി ഡെവലപ്മെൻറ്റുമായിട്ട് കാര്യങ്ങൾ എന്തെല്ലോ ആണ് അവിടെ ബോർഡ് കാണുന്നുണ്ട്. എന്തെല്ലോ ഫാമിനെ പറ്റി ബോർഡ് കണ്ടിന്. ഈ ബ്രിഡ്ജ് കണ്ട, ഇത് 3 സൈഡ് പോകേണ്ട ഒരു പുതിയൊരു പാലാന്ന് തോന്നുന്നു. ഇത് കുറേ നിർമ്മിച്ചിട്ട് തോന്നുന്നു. 3 സൈഡ് പോകാൻ പറ്റുന്ന പുഴൻ്റെ നടുവിലേക്ക് കൂടി വന്ന ഒരു പുതിയൊരു പാലാണ് ഇത്. വെള്ളമെല്ലാം കുറഞ്ഞിന്, വെള്ളമൊന്നുമില്ല, പക്ഷേങ്കിൽ ഇത് ഒരു അടാറ് ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല വ്യൂ കിട്ടുന്നൊരു നല്ലൊരു സ്ഥലമാണ് ഇത്. കാണുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ പുഴ നോക്കി കാണില്ലേ, ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച ഇത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്തൊരു തണുപ്പാണ്. സമയത്താണ് ഒരു 3-3:30 സമയത്ത് ഇത് ചൂടുണ്ട്, ചൂടാണെന്ന് അങ്ങനെ അറിയുന്നില്ല. പക്ഷെ പാലത്ത് നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്. പക്ഷേങ്കിൽ താഴെ നോക്കണ്ട, വെള്ളമെല്ലാം വറ്റിയിട്ട് തീർന്നിന് ഓയിലേക്കിൽ. ഇത് വെള്ളം കൂടി പോകുന്ന മഴക്കാലം കൂടി ഇല്ലേ, ഒരു വ്യത്യസ്ത കാഴ്ചയായിരിക്കും. ഇപ്പം കണ്ട വെള്ളങ്ങൾ വളരെ കുറവായിട്ടുള്ളൂ. പക്ഷെ അവിടെയുള്ള ആരെ അറിയില്ല, നാട്ടുകാരാണെന്ന് ഒരുപാട് ആൾ വന്ന് താഴേന്ന് അലക്കൽ, കുളിക്കൽ, പിന്നെ ഒരുപാട് കാഴ്ചക്കാരുണ്ട് അവിടെ. ആ നാട്ടിലുള്ളവർ, ഇവിടെയുള്ള കണ്ണൂരുള്ളവർ തന്നെ ഈ കണ്ട വാഹനം എടുത്ത് വന്നിട്ട് എന്നോട് കുറേ ആൾ ഫോട്ടോ എടുത്ത് തരാമെന്നും പറഞ്ഞു. ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊടുത്തു ഒരാൾക്ക്. അവരെ ഫോണിൽ നിന്ന് എടുത്ത് തരാമെന്ന് ഒരു ഫാമിലിയെല്ലാം വന്നിട്ട് ആൾക്കാരിങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഞാൻ ഒരു 2 മിനിറ്റ് അവിടെ നിന്നുള്ളൂ. ഞാൻ പാലത്തിൻ്റെ മുകളിൽ നിന്ന്, ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് വീഡിയോ പകർത്തി. ആൾക്കാർ ഉണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട്, ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ നമ്മളെ വീഡിയോ എടുത്ത് നല്ല സെറ്റപ്പ് ഇട്ടാ, നല്ല സ്ഥലം. പാലത്തിൻ്റെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല പാലോ, നല്ല ഭംഗിയുള്ള പാലോ, ബ്രിഡ്ജ്. എൻ്റെ താഴെ കണ്ട ഇവർ അലക്കിയിട്ട്, അവിടെയുള്ള ആദിവാസികളുണ്ട്, എല്ലാവരും ഉണ്ട്, അവരെ അലക്കിയിട്ട് ആ കല്ലിൻ്റെ മുകളിൽ തന്നെ ഉണങ്ങാനിട്ടിന്. അപ്പടെ ഉണങ്ങുന്നുണ്ട് ചൂട് കൊണ്ടുള്ള. അലക്കാനും കുളിക്കാനും ഇഷ്ടംപോലെ ആളുണ്ട് നാട്ടിൽ. താഴെയൊന്നും ഞാൻ ഇറങ്ങാൻ നോക്കിയില്ല, വെള്ളം കുറവായതുകൊണ്ട് എനിക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇറങ്ങീന്, പുഴയിലേക്ക് ഇറങ്ങിന്, വേറൊരു സ്ഥലത്ത് ഇറങ്ങി. ഞാൻ ഏകദേശം കീപ്പള്ളി ടൗൺ എത്താൻ നോക്കുമ്പോൾ ഞാൻ ആ പുഴയിലേക്ക് ഇറങ്ങിയതിന്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങേണ്ട സ്ഥലമൊന്നും കണ്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഈ പാലത്തമ്മ തന്നെ സെറ്റാക്കിയതിന്. നിങ്ങൾ കാണുന്നില്ലേ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണുന്നില്ലേ. പക്ഷേ ഇത് കണ്ട് ഇപ്പോൾ ഫോണിലേക്ക് കാണുന്നില്ല, ഡയറക്റ്റ് പോയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. നിങ്ങൾ പോകാൻ പറ്റുമെങ്കിൽ മഴക്കാലം കൂടി പോട്. മഴക്കാലം കൂടി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 3 മണി സമയമായിട്ടുള്ളതാണ് ഈ കാഴ്ച. പാലത്തിൻ്റെ നടുവുണ്ട് നിങ്ങൾ, പാലത്തിൻ്റെ നടുവിലേക്ക് ഞാൻ ഫോൺ വീഡിയോ ഓൺ ആക്കിയിട്ട് നടക്കുന്നതാണ്. അങ്ങനെ ഒരു ഏരിയ ഉണ്ട്, നല്ല നീളമുണ്ട് പാലത്തിന്. കണ്ട ഫുള്ള് കാട്, പച്ചപ്പ് നിറഞ്ഞിന്. ഇപ്പോൾ എൻ്റെ സൈഡ് ഫുള്ള് പച്ചപ്പായിട്ട് നിറഞ്ഞിന്. ഇതിൽ വെള്ളം കൂടി ഉണ്ടെങ്കിലേ പിടിച്ചാൽ കിട്ടാതൊരു ലെവലായിരിക്കും. അത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് അറിയില്ല ഇങ്ങനെയൊന്നും ഏരിയ ഉള്ളതെന്ന്, ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല. ആറളം ഫാം എന്ന് പറഞ്ഞ ഇടയിൽ പോയിട്ട് ഇങ്ങനെ വിടുന്നുണ്ട്. പക്ഷെ ആരും വീടുകളിൽ ഇങ്ങനെ കാണുന്നില്ല. ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പാലപ്പുഴ അല്ലെങ്കിൽ കീപ്പള്ളി റോഡിലേക്ക് കൂടി കയറണം. മട്ടന്നൂർ വഴി അല്ലെങ്കിൽ ഇരിട്ടി വഴി ഉടിയിലേക്ക് കൂടി പോയി
അങ്ങനെ കാക്കയങ്ങാട് പോയി പാലപ്പുഴ ചോദിക്കുക. കാക്കയങ്ങാട് എത്താം, പാലപ്പുഴ വരാം. പാലപ്പുഴ വന്നിട്ട് കീപ്പള്ളി ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കടന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോവാം. ഇരിട്ടി ഏരിയയിൽ തന്നെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങളാണ് ഇരിട്ടിയെല്ലാം. അങ്ങനെ പാലെല്ലാം കണ്ട് ആളെങ്ങനെ ഉണ്ടോ? അടിപൊളി പാലല്ലേ? മഴക്കാലം കൂടി ഇങ്ങനെ പോകണം. അങ്ങനെ പാലത്തിൻ്റെ വീഡിയോ കണ്ട. ഇത് ലാസ്റ്റ് ഞാൻ അവിടുന്ന് പാലത്തിൻ്റെ മതിയാക്കാൻ വേണ്ടി പോകുന്ന കാടുകളുണ്ട്. കാടുകൾ സൈഡിലേക്കൂടെ നല്ലൊരു വെള്ളം ഒഴുകുന്നത്. എന്തൊരു ഭംഗിയാ. അങ്ങനെ അവിടെ നിന്ന് മതിയാക്കി നമ്മൾ അവിടുന്ന് ആ പാലത്തിൻ്റെ മുകളിൽ നമ്മൾ മതിയാക്കി പോക്കാണ്. കുറച്ച് സമയം നിന്നാടാം കേട്ടോ. 2 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഏരി നിന്ന് എൻ്റെ ഇത് അവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. അങ്ങനെ കൃഷികൾ കണ്ട. ഇതെല്ലാം വാഴ കൃഷി നടത്തുന്നത്. വാഴ വെച്ചിട്ട് ഇങ്ങനെ വാഴകൾ കൃഷി ചെയ്യുന്ന നാട്ടുകാർ കണ്ട. പക്ഷേ ഇതെല്ലാം സേഫ്റ്റി കൊടുത്തത് ഫെൻസിങ് കൊണ്ടാണ് കേട്ടോ. ഇലക്ട്രിക് ഷോക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ബാക്കിയാവില്ല. ഫുള്ള് ഫെൻസിങ്ങാണ്, സോളാർ ഫെൻസിങ്. കണ്ട ഞങ്ങൾ അങ്ങനെ അത്രയൊക്കെ ഹൈറ്റ് ഉണ്ട്. ഒരാൾ ഹൈറ്റ് ഒന്നല്ല, നല്ല ഹൈറ്റിലാണ് ഫെൻസിങ് ചെയ്തിന്. പക്ഷെ ഒരുപാട് പൈസ ചിലവുണ്ട്. ഇത് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ആളുടെ ഫാമിൻ്റെ ഉള്ളിൽ ഗ്രാമീണ ബാങ്ക് ഉണ്ടാ. ഒരു ബാങ്ക് ഉണ്ട് കേട്ടോ, ഗ്രാമീണ ബാങ്ക്. ഒരു ഹോട്ടലെല്ലാം ആയിട്ട് ഒരു ബാങ്ക് ഉണ്ട്. പിന്നെ അവിടെ എന്തൊരു JCBൻ്റെ വർക്ക്. ഇത് ഏകദേശം കീപ്പള്ളി എത്താനായി കേട്ടാ. കീപ്പള്ളി ടൗണിലെത്താനായി എന്നൊരു വീഡിയോ ഇത്. ഫാമിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കൃഷിയാണ്. ഒരുപാട് എന്തെല്ലോ കൃഷി ഇങ്ങനെ കൃഷിയാണ് മെയിനായിട്ട് അവിടെ അവർ ചെയ്യുന്നത് കേട്ടോ. കശുവണ്ടി സഹകരണ കേന്ദ്രം, കശുവണ്ടി തോട്ടൽ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കശുവണ്ടി സമാഹരിക്കുന്ന കേന്ദ്രങ്ങളിലാണ്. അങ്ങനെ തെങ്ങുകളിൽ ഇഷ്ടംപോലെ തേങ്ങയെല്ലാം അവിടെ നിന്ന് ഈ ആറുള്ള ഫാമിലുള്ളത് മാസം ഒരു കൊല്ലത്തിൽ എത്രയോ മാസം കൂടുമ്പോൾ ലേലുണ്ട്. അത് പത്രത്തിൽ വരും. നിങ്ങൾക്ക് കൊപ്പരയാക്കുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഈ കശുവണ്ടി ഈ ഫാക്ടറീൻ്റെ അപ്പുറം തന്നെ കുറച്ച് സ്ഥലമുണ്ട്. ഈ തേങ്ങ ലേലത്തിലെല്ലാം വിളിക്കുന്നത്. അതിന് ലേലം എടുക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് കൊപ്പരയെല്ലാം എടുത്ത് കൊണ്ടാണ്ട് തേങ്ങയെല്ലാം എടുത്തുകൊണ്ടാണ്ട് കൊപ്പരയാക്കിയിട്ട് വെളിച്ചെണ്ണയാക്കി വിൽക്കുക. അവിടുന്ന് ലേലം അവരോട് അവിടെ പോയി അന്വേഷിച്ചാൽ മതി. വലിയ ലോറി എടുത്ത് കൊണ്ടുവരാം. ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്തോട്ട് എന്നുള്ള ഇതിൽ പറയുന്നതാണ്. കാണാത്തവർ കണ്ടോ. ഇത് കാണുന്നത് കണ്ടോ കൃഷി. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് കേട്ടോ. ഞാൻ ബൈക്ക് നിർത്തിയില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് കൃഷി ചെയ്തിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ടയർ വെച്ച് കൊടുത്തിട്ട് 4 ഭാഗത്തൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് അങ്ങനെ ഇതിൻ്റെ ഈ താഴ്ചയിൽ ഫോണിനെ കൊണ്ട് ഈ ബൈക്ക് ഞാൻ വണ്ടി നമുക്ക് എത്തുന്നതായിട്ട് അതിന് താഴെ ഫുള്ള് കൃഷിയാണ്. നെറ്റ് കെട്ടിയിട്ട് ഒരു ഭാഗം ഫെൻസിങ് ചെയ്തതിന് ഒരുപാട് നെറ്റും കെട്ടിയിട്ട് കൃഷി പലതരം കൃഷികളുണ്ട്. ഇതിൻ്റെ താഴെ കാണുന്നത് നിങ്ങൾ. ഇതെല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളി സെറ്റായിട്ട് ഇവർ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആദിവാസികൾ കോളനി ഉണ്ട്. ഇഷ്ടം പോലെ കോളനി ഓരോ ഏരിയയിലുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും കടക്കാൻ നിന്നില്ല അവരായിരുന്നു. ഇത് JCB പൈപ്പ് ലൈനെല്ലാം ഞാൻ ഏകദേശം ടോണെത്താനായി. ഇത് ഇത് ഉണ്ടാ നിങ്ങൾ ഇലക്ട്രിക്കിൻ്റെ ഫെൻസ് കണ്ടാ ബോർഡ് കണ്ടില്ല നിങ്ങൾ. ഇത് സോളാറാണ്. ഇത് സോളാർ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഒരു സൈഡാണ് കാടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഫെൻസിങ് ഉപയോഗിച്ചിട്ട് ചെയ്തത്. ഒരു വീഡിയോ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഫെൻസിങ്ങിൻ്റെ അടുത്താണ്. അതൊന്ന് ഫെൻസിങ്, സോളാർ ഫെൻസിങ്. വേണ്ട ബാറ്ററി കാണുന്നില്ലേ, സോളാറിൽ പ്രവർത്തിക്കുന്ന. അങ്ങനെ ഫെൻസിങ് നിർത്തി വണ്ടി വൈക്കുമെന്ന് ഇറങ്ങി ഫെൻസിങ്ങിൻ്റെ അടുത്ത് ഇറക്കി ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ യാത്ര ശരിയാക്കി. അടുത്ത് പോകുന്നത് ഈ കണ്ട ഇത് കീപ്പള്ളി ടൗണെത്താനായി. ഇതെല്ലാം കാണുന്നത് ഈ ഗ്രാമത്തിലുള്ള ആദിവാസികൾ സർക്കാർ എടുത്തു കൊടുക്കുന്ന വീടുകളാണിത്. ചെറിയ ചെറിയ വാർപ്പിൻ്റെ വീടുകളുണ്ട്. ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. ഒരുപാട് വീടുകളാണ് ഇവരെ. പാവങ്ങളാണ്. നല്ല നല്ല ആൾക്കാരാണ്. സംസാരിക്കും നല്ല. എൻ്റെ അവിടെ തന്നെ സുഹൃത്തുക്കളുണ്ട്, എനിക്കറിയുന്നവരെല്ലാം ഉണ്ട്. പണ്ടെല്ലാം ഉണ്ടേനു, ഇപ്പം അങ്ങനെ കമ്പനി ഇല്ലാന്. നല്ല ആൾക്കാരെ പാവങ്ങളാണ്. നല്ല സ്വഭാവം കാര്യങ്ങളിലാണ് ഇവർക്ക്. കാര്യമായിട്ട് ഇവർ വെള്ളം മെയിനായിട്ട് ശേഖരിക്കുന്നത് പുഴകളിൽ നിന്നാണ്. സ്വന്തമായിട്ട് കിണറും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. നിങ്ങൾ കാണുന്നില്ല, വീട് കാണുന്നില്ലേ. പിന്നെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബിൽഡിങ്ങൾ, സർക്കാരിൻ്റെ തന്നെ ഒരുപാട് ബിൽഡിങ്ങൾ, ഒരുപാട് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതെല്ലാം കാടന്നെ ഇത്. പിന്നെ ഇത് കാടാന്ന്. ഇത് വീടിൻ്റെ ഏരിയയിലേക്ക് തന്നെ. ഇതിൻ്റെ ബാക്കിൽ ഈ കാടിൻ്റെ കുറച്ചപ്പുറം കഴിഞ്ഞാൽ ഇത് കണ്ട പുഴ കണ്ട വെള്ളം പറ്റിയിട്ടുണ്ടാ. പുഴയിൽ വെള്ളം പറ്റീന്. പക്ഷേ ഫുള്ള് ഈ പുഴയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ഫുള്ള് കല്ലാണ്.
നല്ല വെള്ളമുള്ള സമയത്ത് നല്ല തെളിനീര് വെള്ളം ഉണ്ടാക്കുക. എന്ത് സാധനം ഏത് കല്ലും നമുക്ക് നോക്കിയിട്ട് കണ്ണാടി കാണുന്ന പോലെ അടിഭാഗം ഫുള്ള് കാണാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇവിടുന്ന് കുളിച്ച് തന്ന്. പക്ഷെ വെള്ളമുള്ള സമയത്ത് വരണം, നല്ല തെളിഞ്ഞിട്ട് നല്ല നീളത്തിൽ അധികം ഒഴുക്കുണ്ട്. പക്ഷേ എങ്കിൽ ആദ്യം ആഴം ഉണ്ടാവില്ല, നല്ല വിടർന്ന് നിവർന്ന് പോകുന്ന പോലെ ഉണ്ടാവും. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത ഇത് വെള്ളം കാണുന്നില്ല, വെള്ളം പറ്റിയിട്ട് കുറച്ച് സൈഡ് ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. കണ്ടാ ഫുള്ള് വറ്റിയിട്ട് ആകെ ഒന്നും അല്ലാത്ത അവസ്ഥയിലായിന് വെള്ളത്തിൻ്റെ പുഴേൻ്റെ. പക്ഷേ ഞാൻ ഇടം വരെ പോയുള്ളൂ. അങ്ങനെ നല്ല ഒഴുക്കുണ്ട്, ഇങ്ങനെ മുട്ടിയിട്ട് ഒഴുക്കെല്ലാം വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടാന്ന് തോന്നുന്നു. ഇത് കാട്ടിൽ നിന്ന് വരുന്ന ഒഴുകി വരുന്ന ഒരു പുഴയാണിത്. കീപ്പള്ളിയാണ് സ്ഥലം. കീപ്പള്ളി ഏകദേശം എത്താനായി. കീപ്പള്ളി പാലപ്പുഴ ബ്രിഡ്ജ് കയറിയിട്ട് കീപ്പള്ളി എത്തുന്നതിന് മുമ്പാണ് ഇത്. ഇവിടെ ഇറങ്ങിയിട്ട് മഴക്കാലം പോകുന്നവരുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് കുളിക്കാനെല്ലാം പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട, വേറെ ഒന്നുമില്ല. അടിഭാഗം നല്ല കല്ലാണ്. നിങ്ങൾ നല്ല സ്ഥലമാണ് ഇത്. ഏകദേശം കീപ്പള്ളി ബ്രിഡ്ജ്, ഈ പാലം കണ്ട, ഇത് ഒരു പള്ളിയാണ്. ഇത് ഈ പാലം കണ്ട, ഈ പാലാണ് കീപ്പള്ളിയിലേക്ക് പോകുന്നത്. എത്തി ലാസ്റ്റ് കാട് ഫാമിൻ്റെ കഴിഞ്ഞ് ഈ കാണുന്ന പള്ളി. ഈ പള്ളിയിൽ നിന്ന് വേണ്ടിക്ക് നിസ്കരിക്കാം. അവിടുന്ന് വന്ന് ആടെ പള്ളിയിൽ കയറി. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബ്രിഡ്ജ് കഴിഞ്ഞപ്പോൾ അവിടെ പള്ളിയിൽ നിസ്കരിക്കാം. നല്ല സെറ്റ് യാത്ര, മനസ്സിനൊരു കുളിർമ കിട്ടുന്നൊരു സ്ഥലമാണ്. പോയില്ലെങ്കിൽ ഒന്ന് പോയി നോക്കി, വെറുതെ നിൽക്കുമ്പോൾ പോടും. നല്ല അടിപൊളി സ്ഥലമാണ്, ടോപ്പ്.